ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കോവയ്ക്ക ഫ്രൈ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. നമ്മൾ സാധാരണ മെഴുക്കുപുരട്ടിയിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ്. കോവയ്ക്ക നല്ലൊരു ഹെൽത്തി വെജിറ്റബിൾ ആണ്, ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആൻഡ് എ ഗുഡ് സോഴ്സ് ഓഫ് അയൺ ആൻഡ് വൈറ്റമിൻ B1. അതുകൊണ്ട് നമ്മളുടെ മെറ്റബോളിസം ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ നല്ലോണം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ അൺപ്രോസസ്ഡ് വെർജിൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കണേ, അതുകൊണ്ടാണ് ഈ യെല്ലോ കളറ്. എണ്ണ ചൂടായതിനു ശേഷം ഒരു 1/4 ടീസ്പൂൺ കടുക് ഇടുക. കടുക് നല്ലോണം പൊട്ടിയതിനു ശേഷം കുറച്ച് ഉഴുന്നിടുക. ഉഴുന്ന് നല്ലോണം ബ്രൗൺ ആയതിനു ശേഷം കുറച്ച് കറിവേപ്പില ചേർക്കാം. ഞാനിവിടെ കോവയ്ക്ക നീളത്തിലാണ് കട്ട് ചെയ്തേക്കണേ. ഒരു കോവയ്ക്ക 4 ആക്കിയാണ് മുറിച്ചേക്കണത്. ഈ റെസിപ്പിക്ക് ഇങ്ങനെ കട്ട് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ കോവയ്ക്ക നമുക്ക് ഈ പാനിലേക്ക് ചേർക്കാം. എന്നിട്ട് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. കോവയ്ക്ക ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ കടുക് മുഴുവനൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോ ചെയ്തിട്ട് എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിന് ചേർക്കണ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സാമ്പാർ പൊടിയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർക്കണത്. നിങ്ങളുടെ കയ്യിൽ ഏത് ബ്രാൻഡ് സാമ്പാർ പൊടിയാണോ ഉള്ളത് അത് 1 ടീസ്പൂൺ ചേർക്കാം. പൊടികളൊക്കെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം തളിച്ചാണ് നമ്മൾ ഈ കോവയ്ക്ക വേവിക്കാൻ പോണത്. കോവയ്ക്കയിലേക്ക് നല്ലോണം വെള്ളം ആദ്യമേ ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം തളിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ കോവയ്ക്ക വേവിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ വെള്ളം തളിച്ച് വേവിച്ചെടുത്താലേ കോവയ്ക്കയുടെ ക്രഞ്ചിനെസ് റീറ്റെയിൻ ആവുള്ളൂ. നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഈ കോവയ്ക്ക നല്ലോണം വേവിച്ചെടുക്കാം. നിങ്ങൾ മൺചട്ടിയിലാണ് ഈ റെസിപ്പി ഉണ്ടാക്കണമെങ്കിൽ നല്ലോണം സൂക്ഷിക്കണം. എന്താണെന്ന് വെച്ചാൽ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്ത് തന്നെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേണം ഈ കോവയ്ക്ക വേവിച്ചെടുക്കാൻ. ഇപ്പോൾ കോവയ്ക്ക ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഒരു 90% വേവാണ് ഇതിനാവശ്യം. ഒരു 10% ക്രഞ്ചിനെസ് ഉണ്ടെങ്കിൽ ഈ കോവയ്ക്ക ഫ്രൈ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് കോക്കനട്ടാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. സോറി, ആ പോർഷൻ ഇവിടെ റെക്കോർഡായില്ല. പക്ഷെ തുരുവിയ തേങ്ങ ചേർത്ത് നല്ലോണം നമുക്ക് ഇളക്കി കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഈ കോവയ്ക്ക ഫ്രൈ ലെമൺ റൈസിൻ്റെ ഒപ്പോ അല്ലെങ്കിൽ രസത്തിൻ്റെ ഒപ്പം ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. For more such videos, please like, share and subscribe to my channel. Thank you.